ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളോട് ചെയ്യുന്നത് നമ്മുടെ സൈക്കിളിൻ്റെ ചെയിനൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഊരിപ്പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു സാമ്പിൾ കാണിക്കാം. ഇപ്പോൾ ഈ കാണുന്ന ഒരു ചെയിന് നോർമൽ എല്ലാ സൈക്കിളിലും ഈ ഒരു ടൈപ്പ് ചെയിൻ തന്നെയാണ് വരിക. ഇതിപ്പോൾ ഇവിടെ പൊട്ടിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സൈക്കിള് കുറേ പഴകി കഴിഞ്ഞാൽ നമ്മൾ എന്തായി കഴിഞ്ഞാൽ ടൈറ്റ് ആക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് ഈ ഒരു ടൈറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഒന്നുകിൽ നമ്മളിത് മാറ്റും. ഇപ്പോൾ ഈ ഒരു കണ്ടീഷനൊക്കെ ആണെങ്കിൽ പൊതുവെ മാറ്റാറാണ് ചെയ്യാറ്. അപ്പോൾ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഇതിൽ എങ്ങനെ ഇതന്നെ റീയൂസ് ചെയ്യാം, നമുക്ക് പൈസ ഒന്നും ചിലവില്ലാതെ എങ്ങനെ ഈ പഴയ ചെയിൻ തന്നെ എങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം എന്നാണ് ഈ വീഡിയോയിലൂടെ ചെയ്യുന്നത്. ഇത് കുട്ടികൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഡേഞ്ചർ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ കുറച്ച് എക്സ്പീരിയൻസ് ഉള്ള ഒരാൾക്കാണ് ഇത് ചെയ്യാൻ പറ്റുക. അവരുടെ ഹെൽപ്പ് തേടുക, അവരോട് പറയുക കാര്യങ്ങളൊക്കെ, വീഡിയോ അവരെ കാണിക്കുക. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഇതുപോലുള്ള ഒരു സ്ക്രൂ ഡ്രൈവർ എടുക്കുകയാണ്. സ്ക്രൂ ഡ്രൈവർ എടുത്ത ശേഷം ഇവിടെയുള്ള സ്ക്രൂസ് നമുക്കിത് എടുക്കാതെയും വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. ഇത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കവർ നമ്മൾ റിമൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള സ്ക്രൂസ് നമ്മൾ ഒന്നുകിൽ ഫ്ലാറ്റ് ആയിട്ടുള്ള സ്ക്രൂ ഡ്രൈവർ യൂസ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റാർ സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ടും ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇവിടെയുള്ള 3 സ്ക്രൂസ് ഊരി മാറ്റിയിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ ചെയിൻ്റെ ഗാർഡ്, സേഫ്റ്റി ഗാർഡാണ്. ഈ ഒരു ഗാർഡ് നമ്മൾ ഊരി മാറ്റി. അപ്പോൾ നമ്മുടെ ഇവിടെയുള്ള സ്പോക്കറ്റ്, ഇവിടെ ഫ്രണ്ട് സ്പോക്കറ്റ്, അതുപോലെ തന്നെ ബാക്ക് ബെയറിംഗ് വിത്ത് സ്പോക്കറ്റ്, ഈ 2 കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. ഇതാണ് നമ്മൾ ചെയിൻ വരുന്നത്. അടുത്തായിട്ട് നമ്മൾ നോക്കുന്നത് ഈ ചെയിന് എത്രത്തോളം നമുക്ക് കട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യമാണ് ആദ്യമായിട്ട് നോക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മളെ ചെയിന് നിങ്ങൾക്ക് കാണാം, ഇവിടെ നിന്നാണ് പൊട്ടിപ്പോയിട്ടുള്ളത്. ഇത് നമുക്ക് ഒന്നുകൂടി വേണമെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്യാം. ഇപ്പോൾ ഇത് കറക്റ്റാണ്, ഒന്നുകൂടി നമുക്ക് കട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ അടുത്തായിട്ട് കട്ട് ചെയ്യാൻ പോവുകയാണ്. ഈ ഒരു പോർഷനിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇവിടെ ലോക്ക് വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ലോക്ക് വരുന്നത്, ലോക്കിംഗ് സിസ്റ്റം. അത് നമ്മൾ ഇത് തന്നെ റീയൂസ് ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ജോയിൻ്റ് അടിക്കുകയാണ്. അങ്ങനെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് കുറച്ച് എക്യുപ്മെൻറ്റ്സ് ആവശ്യമായിട്ടുണ്ട്. ഞാനത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ അധിക കേസുകളിലും നമ്മൾ ഈ ഒരു ഇഷ്യൂസ് കാണാറുണ്ട്. ഇതിപ്പം സൈക്കിളിൻ്റെ ലോക്കാണ്, അതായത് നമുക്ക് മാനുവലായിട്ട് നമുക്ക് ഈസി ആയിട്ട് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെയാണ് ലോക്ക് ഉണ്ടാവുക. അപ്പോൾ ഇത് നമ്മൾ റെഡിയാക്കാൻ പോവുകയാണ്. നമുക്ക് ഈ ഒരു രീതിയിൽ ഇത് അഴിച്ചെടുക്കാൻ വേണ്ടി പറ്റും. ഇതാണ് ഇതിൻ്റെ ലോക്ക് വരുന്നത്. മെയിനായിട്ട് നമുക്ക് കട്ടിംഗ് പ്ലെയറാണ് ഇതിനാവശ്യമായിട്ടുള്ളത്. ഇതാണ് നമ്മുടെ ലോക്ക്. ഒരു സാധനമാണ് നമ്മുടെ ലോക്ക്. അപ്പോൾ ഇത് ബെൻഡായിട്ടാണുള്ളത്. അത് നമ്മളൊന്ന് സ്ട്രെയിറ്റ് ചെയ്തിട്ട് ഇത് തന്നെ യൂസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഒന്നുകിൽ നമുക്ക് നിലത്ത് വെച്ച് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സാധനത്തിൻ്റെ മുകളിൽ വെച്ചിട്ട് നമുക്ക് ഈ രീതിയിൽ ഒന്ന് തട്ടി ലെവലാക്കരുത്. ഇതിപ്പോൾ നമ്മൾ തട്ടി സ്ട്രെയിറ്റ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് നമുക്കൊന്ന് അകന്നിട്ടാണുള്ളതെങ്കിൽ ഈ ഒരു പിന്നെ നമുക്ക് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പം ഗ്യാപ്പ് അധികമാണ്, ആ ഗ്യാപ്പ് നമ്മളൊന്ന് കുറച്ച് കൊടുക്കുക. അപ്പോൾ നമുക്കൊരു കട്ടിംഗ് പ്ലെയർ ഉണ്ടായാൽ മതി. ഈ ഒരു രീതിയിൽ നമ്മളത് സ്ട്രെയിറ്റ് ചെയ്തു. അതുപോലെ തന്നെ ഈ ഗ്യാപ്പ് ഇങ്ങനെ അകന്നിട്ടുണ്ടെങ്കിൽ നമ്മളിത് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ആദ്യത്തെ പണി നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ എല്ലാവരുടെ സൈക്കിളും ചിലപ്പോൾ ഈ ഒരു ഇഷ്യൂസ് ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ഏതെങ്കിലും ഒരു തരത്തിൽ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്കത് റെഡിയാക്കി മാറ്റാം. അപ്പോൾ അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇവിടെ ഈ ഒരു ചെയിൻ്റെ കണ്ണി പൊട്ടിയിട്ടുണ്ട്. ഒരെണ്ണം പൂർണ്ണമായിട്ടും പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണും
ഇവിടെ ഓക്കെയാണ്, ഇവിടെ പൊട്ടിയിട്ടുണ്ട്. ഇത് നമുക്കൊന്നുകിൽ പുതിയ വാങ്ങിച്ച് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നത് ഈ ഒരു എക്സ്ട്രാ ഉള്ള ഈ ഒരു ഏരിയ നമ്മൾ അഴിച്ചു മാറ്റാണ് ചെയ്യുന്നത്. അഴിച്ചു മാറ്റിയിട്ട് നമ്മൾ ജോയിൻ ചെയ്യും. അഴിച്ചു മാറ്റാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഇതുപോലുള്ളൊരു കട്ടിംഗ് പ്ലെയർ ഇവിടെ വെക്കുകയാണ്. അപ്പോൾ അതിന് ശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒന്നുകിൽ നമുക്ക് ഇതുപോലെയുള്ള ആണി ഉപയോഗിക്കാം. ആണിയുടെ എൻഡ് ഭാഗം നമ്മൾ അടിച്ച് പരത്തിയതിന് ശേഷം ഈ ഒരു രീതിയിൽ ഇതുപോലെ പരത്തിയതിന് ശേഷം ഷാർപ്പ് ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ കുറച്ച് പരത്തിയതിന് ശേഷം നമുക്ക് യൂസ് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെയുള്ള ഒരു ഡിവൈസ് യൂസ് ചെയ്യാം. ഇതാകുമ്പോൾ കുറച്ചും കൂടി എളുപ്പമാണ്. അപ്പോൾ ഇതുപോലെ വെക്കുക. കട്ടിംഗ് പ്ലെയർ ആണെങ്കിൽ കട്ടിംഗ് പ്ലെയറിൻ്റെ ഈ ഒരു ദിശയിൽ വെക്കുക. നമ്മുടെ ഈ മുകൾ വശത്തു നിന്നാണ് ഇത് അടിച്ച് താഴോട്ട് മാറ്റുന്നത്. അപ്പോൾ ഇത് താഴോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഹോളിൻ്റെ ആ ഒരു ഭാഗം സ്ട്രെയിറ്റ് ആയിട്ട് ഈ ഒരു ഡയറക്ഷനിൽ വെക്കുക. അതിനുശേഷം നമ്മുടെ ഈ ഒരു എക്യുപ്മെൻറ്റ് നമ്മളിവിടെ കൊടുക്കുകയാണ്. അതിനുശേഷം ഹാമർ വെച്ചിട്ട് നമ്മൾ പഴകിയ ചെയിനാണെങ്കിൽ കുറച്ച് ടൈറ്റ് ഉണ്ടാവും. അപ്പോൾ ഇത് നമ്മൾ അടിച്ച് താഴ്ത്തിയിട്ടുണ്ട്. ഇത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടുന്ന് ഈ ഒരു ലോക്ക് നമ്മൾ ഒരു സെറ്റ് നമ്മൾ അഴിച്ചു മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് ഓപ്പോസിറ്റ് സൈഡ് ചെക്ക് ചെയ്യാം. ഇപ്പോൾ ഈ ഒരു രണ്ട് ജോയിൻ്റ് നമുക്ക് കറക്റ്റ് ജോയിൻ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു കണ്ണി കൂടി നമ്മൾ ഇവിടെ അഴിച്ചു മാറ്റുകയാണ്. ഇവിടെ നിന്ന് ഒരു ലോക്ക് കൂടി നമ്മൾ അഴിച്ചു മാറ്റുകയാണ്. എന്നാൽ മാത്രമേ ഇത് ഇതിൻ്റെ ഉള്ളിലോട്ട് പോവുള്ളൂ. ഇത് ഡയറക്റ്റ് നമുക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ നമ്മൾ ഒന്നുകൂടി ഇവിടെ അഴിക്കുകയാണ്. ഒരു സെറ്റ് കൂടി നമ്മളിവിടെ അഴിച്ചു മാറ്റുകയാണ് ചെയ്യുന്നത്. ഈ ഒരു ജോയിൻ്റ് താഴോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ചെറിയൊരു ആണി വെച്ചിട്ട് താത്തി കൊടുക്കണം. അപ്പോൾ നമ്മൾ അടുത്ത പിന്നും കൂടി നമ്മൾ ഊരി മാറ്റിയിട്ടുണ്ട്. ഇത് പൂർണ്ണമായിട്ട് നമ്മൾ താഴോട്ട് ഊരേണ്ട കാര്യമില്ല. ഈ ഒരു എക്സ്ട്രാ വരുന്ന ഒരു പോർഷൻ നമ്മൾ ഊരിയെടുക്കുക. അതുപോലെ തന്നെ അടുത്ത എൻഡ് ഈ ഒരു രീതിയിൽ കയറ്റി വെക്കുക. കയറ്റി വെച്ച ശേഷം നമ്മളിത് വീണ്ടും ഫിറ്റ് ചെയ്യാണ്. ഈ ഉള്ളത് നമ്മൾ അടിച്ച് സ്ട്രെയിറ്റ് ചെയ്യാൻ പോവുകയാണ്. രണ്ട് വശങ്ങളും നന്നായിട്ട് അടിച്ച് പരത്തുക. എന്നാൽ മാത്രമേ ഈ ചെയിനെ ഓടിക്കുന്ന സമയത്ത് ഇളകാതിരിക്കൂ. കുറച്ചുകൂടി ബാക്കിയുണ്ട്. നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലോട്ട് ഇത് അടിച്ച് സ്ട്രെയിറ്റ് ചെയ്യണം. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ഓപ്പോസിറ്റ് സൈഡിലോട്ട് പൂർണ്ണമായിട്ടും വന്നിട്ടില്ല. അപ്പോൾ നമ്മളത് സ്ട്രെയിറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ഏരിയയിൽ പൂർണ്ണമായിട്ടും ഇത് കയറിപ്പോയിട്ടുണ്ട്. ഓപ്പോസിറ്റ് സൈഡിലോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിതൊന്ന് അടിച്ച് പരത്തി കൊടുക്കുക. അടിച്ച് പരത്തുമ്പോൾ ഇവിടെ ഹോളിൻ്റെ താഴെ നമ്മൾ വെക്കുന്നത് ഒരു ഹോളുള്ള ആ ഒരു ഏരിയയിൽ വെക്കരുത്. പ്ലെയിൻ ആയിട്ടുള്ള ഇതുപോലുള്ള സ്ഥലത്ത് വെക്കുക. അതിനുശേഷം അടിച്ചിട്ട് പരത്തുക. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡ് നമ്മൾ അടിച്ച് പരത്തുക. അപ്പോൾ നമ്മൾ രണ്ട് സൈഡും ലെവലാക്കിയിട്ടുണ്ട്, അടിച്ച് ലെവലാക്കിയിട്ടുണ്ട്. ഈ ജോയിൻ്റ് ഒന്ന് ഇളകി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കറക്റ്റായിട്ട് ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് ചെയിൻ ഫിറ്റ് ചെയ്യാം. അതിന് മുമ്പായിട്ട് നമ്മുടെ ഇവിടെ ലോക്കിങ്ങിൻ്റെ ഇവിടെ നിന്ന് നമ്മൾ നേരത്തെ ഊരി മാറ്റിയിട്ടുണ്ടായിരുന്നു. ലോക്ക് ഇവിടെ നിന്ന് സേഫ്റ്റി ലോക്ക് ഊരി മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് റീഫിക്സ് ചെയ്യാൻ പോവാണ്. അധികവും നമ്മൾ ചെയിൻ ഊരുക ഈ ഒരു ഏരിയയിൽ നിന്നാണ് നമ്മൾ ചെയിൻ ഊരി പോവുക. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ഇടേണ്ടത്. ഒരു ആ വശം ആദ്യം കയറ്റി വെക്കുക. അതിനുശേഷം നമ്മൾ കട്ടിംഗ് പ്ലെയർ വെച്ചിട്ട് ഇവിടുന്ന് അടുത്ത ലോക്കിലോട്ട് പ്രസ് ചെയ്യുക. അപ്പോൾ ഇവിടുന്ന് സപ്പോർട്ട് കൊടുക്കുക. ഈ ഒരു പിന്നെ ലൂസായിട്ടുണ്ടെങ്കിലാണ് പെട്ടെന്ന് ചെയിൻ ഊരുക അല്ലെങ്കിൽ പൊട്ടിപ്പോവുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ
ഈ ഡയറക്ഷൻ നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. ഒന്നുകൂടി പ്രസ് ചെയ്യാനുണ്ട്. നമ്മൾ ഒന്നുകൂടി പ്രസ് ചെയ്യാണ്. ഇപ്പോൾ ലോക്ക് കൃത്യമായിട്ട് വീണിട്ടുണ്ട്. ഈ ഒരു ഡയറക്ഷനിൽ കൃത്യമായിട്ട് അത് വീണിട്ടുണ്ട്. ഇതുപോലെയാണ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. നമ്മളെ ചെയിൻ റെഡി ആയിട്ടുണ്ട് ഇടാൻ വേണ്ടിയിട്ട്. ഈ ഒരു ഡയറക്ഷനിൽ ഇവിടെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഓപ്പോസിറ്റ് സൈഡ് നമ്മൾ ഇടുക. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ഫിക്സ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും ഇവിടെ ചെയിൻ നമുക്ക് എത്തുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ അഴിക്കുകയാണ്. ഈ ഒരു ഏരിയയിൽ നമ്മൾ സ്പാനർ വെച്ചിട്ട് അഴിക്കാൻ പോവുകയാണ്. ഈ ഒരു രീതിയിൽ നമുക്ക് അഴിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ജസ്റ്റ് അഴിച്ചെടുക്കേണ്ട കാര്യമില്ല, നമുക്ക് ജസ്റ്റ് ലൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡ് നമുക്ക് ലൂസ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ചെയിൻ ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഈ ഒരു മെത്തേഡ് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ചെയിൻ ലൂസായിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് രണ്ട് സൈഡും ലൂസ് ചെയ്യുക. ഇതിപ്പോൾ നമുക്ക് ഈ ഒരു ഡയറക്ഷനിൽ മുമ്പോട്ട് മാറ്റാൻ വേണ്ടി പറ്റും. മുമ്പോട്ടും ബാക്കോട്ടും നോക്കിയാൽ മനസ്സിലാവും. ഈ ഒരു ജോയിൻറ്റ് ചെയിൻ കണക്ട് ചെയ്യാൻ പോവാണ്. ഇപ്പം നോക്കിയാൽ മനസ്സിലാവും കൃത്യമായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. ചെയിൻ നമുക്ക് ഇട്ടതിന് ശേഷം ഇവിടെ ടൈറ്റ് ചെയ്യാം. നമ്മൾ ഇവിടെ നിന്ന് കറക്റ്റ് വെച്ചതിന് ശേഷം നമ്മുടെ ഫസ്റ്റ് സെറ്റ് ഇവിടെ ഫിക്സ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ റീഫിക്സ് ചെയ്യാണ്. ഇവിടെ നമ്മുടെ ചെയിൻ ഫിറ്റായിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നമുക്കിവിടെ ലൂസ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ടൈറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലെ വലിക്കുക, നന്നായിട്ട് വലിച്ചു പിടിക്കുക. വലിച്ച് ടയറിൻ്റെ ഡയറക്ഷൻ കൃത്യമായിട്ട്, അതായത് ഈ ഒരു ഏരിയയിലും ഓപ്പോസിറ്റ് ഏരിയയിലും തട്ടാൻ പാടില്ല. കൃത്യമായിട്ട് സ്ട്രെയിറ്റായിട്ട് പിടിക്കുക. ശേഷം നമ്മൾ രണ്ട് സൈഡും ഒരുപോലെ ടൈറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്, കറക്റ്റായിട്ട് വർക്കാവുന്നുണ്ട്. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡ് ടൈറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ലാസ്റ്റായിട്ട് കവർ കൂടി ഇട്ട് കൊടുക്കുക. സേഫ്റ്റി കവർ, ചെയിൻ കവർ ഇട്ട് കൊടുക്കുക. അതോടുകൂടി നമ്മളെ പണിയോടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു വീഡിയോ ആണ്, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ക്വസ്റ്റ്യൻസ്, സജഷൻസ് എല്ലാ കാര്യങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ നമ്മൾ പഴയ ചെയിൻ തന്നെ റീയൂസ് ചെയ്തിട്ടുണ്ട്, മാറ്റേണ്ട കണ്ടീഷനിലായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ചെയിൻ ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഇതേ മെത്തേഡ് തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ താങ്ക് യു സോ മച്ച്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.